അവർ ചോദിക്കുന്ന ഓരോ കാര്യങ്ങളും വ്യക്തമായി അവരോട് പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ പോളിസി മെച്ചുറായതിൻ്റെ എമൗണ്ട് നമുക്ക് തരാൻ വേണ്ടിയിട്ട് അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും. കാരണം ആൾമാറാട്ടമോ മറ്റെന്തെങ്കിലും നടന്നോ എന്ന് കമ്പനി സംശയിക്കും. ആദ്യം നമുക്ക് വേണ്ടുന്നത് ഹെൽത്ത് ഇൻഷുറൻസ്, രണ്ടാമത് ലൈഫ് ഇൻഷുറൻസ് അതായത് ടേം ഇൻഷുറൻസും, പിന്നെ മറ്റ് സേവിങ്സ് പ്ലാനുകളും, മൂന്നാമത് നമ്മുടെ മറ്റുള്ള കാറ് അതുപോലുള്ള എല്ലാ കാര്യങ്ങൾക്കുമുള്ള ഇൻഷുറൻസ്. അത് ഇൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുതൽ വച്ചിരിക്കുന്നത് 30 ലക്ഷമാണെങ്കിൽ അത് വ്യക്തമായ ഡോക്യുമെന്റ് കൊടുക്കുകയാണെങ്കിൽ അതിന് 30 ലക്ഷത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ 30 ലക്ഷത്തിന്റെ ഇൻഷുറൻസ് കിട്ടിയിരിക്കും, തർക്കമില്ല. സാറ് മുന്നേ പറഞ്ഞല്ലോ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് ഇൻഷുറൻസിനുള്ള ഇത് വരുന്നുണ്ട്, ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. സോ ഒരാള് ഇൻഷുറൻസ് എടുക്കുന്നതിന് മുന്നേ എന്തൊക്കെയാണ് ഒരു അവയർനെസ്, അവർക്ക് എന്തൊക്കെ അറിഞ്ഞിരിക്കണം, എന്തൊക്കെയാണ് ഇൻഷുറൻസിനെ റിലേറ്റ് ചെയ്തിട്ട് അവർ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ? അത് ഒരു വ്യക്തി ഇൻഷുറൻസിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടുന്നത്, ഇൻഷുറൻസ് എടുക്കേണ്ടുന്നത് ഏത് ഘട്ടത്തിലാണെന്നുള്ളത് നമ്മൾ നേരത്തെ വിശദീകരിച്ചാണ്. അപ്പം അയാൾ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലാക്കേണ്ടുന്നത് അത് എടുക്കാനുള്ള നമുക്ക് വേണ്ടുന്ന സാമ്പത്തികമായ കാര്യങ്ങൾ നമ്മൾ ആദ്യമേ മനസ്സിലാക്കിയിരിക്കും. നമ്മുടെ കയ്യിൽ ഉള്ള സമ്പത്തിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവണം. പിന്നെ ഈ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ ഭദ്രത, നമ്മുടെ കുടുംബത്തിൽ നമുക്ക് നാളെ നമ്മളില്ല എങ്കിൽ വേണ്ടുന്ന സമ്പത്ത് നമ്മുടെ ആബ്സെൻസിൽ തുറന്നു തന്നെ ചിന്തിക്കേണ്ടുന്നതാണ്. അത് ഹസ്ബൻഡും വൈഫും തുറന്ന് സംസാരിക്കേണ്ടുന്ന കാര്യമാണ്. ഞാൻ എത്രയാണ് എൻ്റെ സമ്പാദ്യം എന്താണ്, താങ്കളുടെ സമ്പാദ്യം എന്താണ് എന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് നാളെ നമുക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ഇത് മനസ്സിലാക്കി, കുട്ടികളുടെ നമുക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന ആവശ്യം, ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ഇന്ന് നമുക്ക് എത്രത്തോളം സമ്പത്ത് കയ്യിലുണ്ട്, ഇതിനെ നമ്മൾ അതിൽ നിന്നും കുറയ്ക്കണം, മൈനസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നമ്മുടെ കോർപ്പസ് നാളത്തേക്ക് വേണ്ടുന്ന ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ ഉള്ള സാമ്പത്തിക അല്ലാതെ ഉള്ളത് നമുക്ക് എത്രത്തോളം വേണ്ടി വരും എന്നുള്ളൊരു കാൽക്കുലേഷൻ ഉണ്ടാവണം. എന്നിട്ട് ഞങ്ങളെപ്പോലെയുള്ള ഒരു ഇൻഷുറൻസ് അഡ്വൈസ് ചെയ്യുന്ന അഡ്വൈസേഴ്സിനെ കണ്ടെത്തുകയും അവരുടെ ഒരു ഉപദേശം തേടുകയും നന്നായിരിക്കും. അപ്പോൾ ഇദ്ദേഹം എടുക്കുന്ന സമയത്ത് നമുക്ക് എത്രയാണോ സം അഷ്വേർഡ് വേണ്ടുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയിരിക്കുക. പിന്നീട് രണ്ടാമത് നമുക്ക് ഈ പറയപ്പെടുന്ന കമ്പനി, നമ്മൾ ഏതാണോ ചൂസ് ചെയ്യാൻ പോകുന്ന കമ്പനി, ആ കമ്പനിക്ക് അതായത് നാഷണലി എന്ത് തരത്തിലുള്ള റേറ്റിംഗ് ആണ് ഉള്ളത് എന്ന് നോക്കുക. അതായത് ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാ കോമൺ മാൻ അല്ലെങ്കിൽ സാധാരണ ആൾക്കാർക്കും ഇത് മനസ്സിലാക്കണമെന്നില്ല, എല്ലാവർക്കും അറിയണമെന്നില്ല. പിന്നെ ഒരുപാട് അവരവരുടെ മേഖലകളിൽ അവരവരെല്ലാം വളരെയേറെ വിദ്യാഭ്യാസവും ബുദ്ധിയും ഒക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും ഓരോരുത്തരുടെ മേഖല വ്യത്യസ്തമായിരിക്കുമല്ലോ. അപ്പോൾ ആ മേഖലയിൽ നിന്നും ഇതിലേക്ക് ഇൻഷുറൻസിലേക്ക് വരുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് അറിവുള്ള ആൾക്കാരെ ഏൽപ്പിക്കുന്നതാണ് ഉത്തമം. അപ്പോൾ എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സം അഷ്വേർഡ് മനസ്സിലാക്കിയിരിക്കുക, പിന്നെ അതോടൊപ്പം തന്നെ ഏത് കമ്പനിയിൽ നിന്ന് എടുക്കാൻ പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കുക, ഏത് തരത്തിലുള്ള പോളിസിയാണ് എനിക്ക് എടുക്കുന്നത് എന്നും മനസ്സിലാക്കിയിരിക്കുക. അതുമാത്രമല്ല, ഇത് നമുക്ക് തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചുമതലപ്പെടുത്തുന്ന ഒരു നോമിനി ഉണ്ടാവും വീട്ടിലെ, നമ്മുടെ സ്പൗസോ നമ്മുടെ കുട്ടികളോ ആരെങ്കിലും ആയിരിക്കും. അപ്പോൾ അവരുടെ പേരും ഒക്കെ ഇതിനകത്ത് വന്നതായും നമ്മൾ ഉറപ്പുവരുത്തുക. പിന്നെ രണ്ടാമത്, ഇതെല്ലാം നമ്മുടെ സ്വന്തമായ കാര്യങ്ങളാണ്. പക്ഷേ ഇൻഷുറൻസ് കമ്പനിക്ക് വേണ്ടുന്ന എന്തൊക്കെയാണോ നമ്മളെക്കുറിച്ച് അറിയേണ്ടുന്ന ആവശ്യങ്ങൾ, പോയിന്റ്സ്, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ അവരോട്, ഈ ഡോക്ടറോട് പറയുന്നത് പോലെ തന്നെ ഒരു ഇൻഷുറൻസ് കമ്പനിയോടും എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം. എങ്കിൽ മാത്രമേ നാളെ നമ്മളുടെ ആബ്സെൻസിൽ നമ്മുടെ ക്ലെയിം വാങ്ങുവാൻ വേണ്ടി നമ്മുടെ നോമിനീസ് ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ ഇത് വാങ്ങിക്കൊണ്ട് പോകാൻ കഴിയുള്ളൂ. അതല്ല, ഇത് മെച്ചുറാവുന്ന സമയത്താണെങ്കിൽ പോലും നമുക്ക് ചില ക്ലിച്ചസ് ഉണ്ടാവും, അതായത് ചില പ്രയാസങ്ങൾ നേരിടും. നമ്മൾ ആദ്യമേ തന്നെ ഇതിൻ്റെ വ്യക്തമായ അറിവുകൾ അവർക്ക് കൊടുത്തില്ല എങ്കിൽ, അവർ ചോദിക്കുന്ന ഓരോ കാര്യങ്ങളും വ്യക്തമായി അവരോട് പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ അവർക്ക് നാളെ നമുക്ക്
നമ്മുടെ മെച്ചുറായ പോളിസി മെച്ചുറായതിൻ്റെ എമൗണ്ട് നമുക്ക് തരാൻ വേണ്ടിയിട്ട് അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും. കാരണം ആൾമാറാട്ടമോ മറ്റെന്തെങ്കിലും നടന്നോ എന്ന് കമ്പനി സംശയിക്കും. അതിൽ തെറ്റില്ലാത്ത കാര്യമാണ്. കാരണം അവർ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം നടത്തി ഉണ്ടാക്കിയ പൈസയാണല്ലോ ഇത്. അത് ഒട്ടും ചോർന്നു പോകാതെ അതാത് വേണ്ടുന്ന വ്യക്തിയുടെ കയ്യിൽ, അതിൻ്റെ ഉടമയുടെ കയ്യിൽ തിരിച്ചു കൊടുക്കാൻ ഈ ഇൻഷുറൻസ് കമ്പനീസ് ബാധ്യസ്ഥരാണ്. അപ്പോൾ അത് കൃത്യമായി അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ, അവർക്ക് വേണ്ടുന്ന അറിവുകളെല്ലാം, നമ്മളെക്കുറിച്ചുള്ള അറിവുകളെല്ലാം തന്നെ കൃത്യമായി കൊടുക്കുക. ഇൻഷുറൻസ് എടുക്കുമ്പോഴത്തേക്ക് ഒരാൾ മദ്യപിക്കുകയോ സിഗരറ്റ് വലിക്കുകയോ ഇങ്ങനെയൊക്കെയുള്ള ദുശീലങ്ങളെക്കുറിച്ചും അവർക്ക് കൊടുക്കണം. ഇല്ല എങ്കിൽ നാളെ നമുക്ക് ക്ലെയിം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രോസസ്സ് ചെയ്യാൻ അവരെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പോൾ കിട്ടാതെ വരും. അതിന് ഇൻഷുറൻസ് കമ്പനി പറ്റിച്ചുകൊണ്ടുപോയി എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് വരാൻ പാടില്ല. കാരണം ചില ആൾക്കാരെല്ലാം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെ മീഡിയയിൽ, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ വരുന്ന കാര്യങ്ങളുണ്ട്. ഇൻഷുറൻസ് കമ്പനീസ് എല്ലാം കള്ളന്മാരാണെന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുന്ന ഒരു രീതിയിലേക്കാണ് ചില ഇതേപോലുള്ള പോഡ്കാസ്റ്റുകളും അല്ലെങ്കിൽ പല കാസ്റ്റിങ്ങുകളൊക്കെ വരുന്നത്. സത്യത്തിൽ ഇൻഷുറൻസ് കമ്പനീസ് ആണെങ്കിലും മറ്റ് ഇതര സാമ്പത്തിക മാനേജ് ചെയ്യുന്ന കമ്പനീസ് ആണെങ്കിലും അല്ലെങ്കിൽ ബാങ്കുകളാണെങ്കിലും അവർക്ക് നമ്മൾ കൊടുക്കേണ്ടുന്ന കാര്യങ്ങൾ അവർക്ക് കൊടുത്താൽ അവർ സ്മൂത്തായി നമുക്ക് തിരിച്ചു തരേണ്ടുന്നത് വ്യക്തമായി തരും. അപ്പം ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം കൃത്യതയോടുകൂടിയുള്ള അറിവ് നമ്മൾക്കുണ്ടാവണം. അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് കമ്പനീസ് ചോദിക്കുന്ന കാര്യങ്ങൾ അവർക്കും കൊടുത്താൽ അവർ കൃത്യമായി ഇതിൻ്റെ നമുക്കുള്ള ക്ലെയിമും മറ്റു കാര്യങ്ങളും അവർ തരുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ബോധവാനായിരിക്കണം. ഒരു ഇൻഷുറൻസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവണം. സർ, ഇപ്പൊ ഗോൾഡിന്റെ റേറ്റ് കൂടി വരുന്നൊരു ടൈമാണ്. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും ഗോൾഡ് വാങ്ങി അതിലൊരു സേവിങ്സ് കണ്ടെത്തുന്നൊരു ടൈം. സോ അതിലെങ്ങനെയാണ് ഇൻഷുറൻസിന് വരുന്നൊരു ഇമ്പാക്ട്? ഗോൾഡ്, സ്വർണം വളരെയേറെ തീ കത്തി നിൽക്കുന്നൊരു സമയമാണ്. ഗോൾഡ് ഈക്വൽസ് നമ്മുടെ റിസ്ക്. ഗോൾഡ് കൂടുമ്പോൾ നമുക്കിപ്പോൾ പേടിക്കേണ്ടതാണ്. കള്ളന്മാരെ പേടിക്കണം. ഓക്കെ, ഗോൾഡ് നിങ്ങൾ എടുത്തോ, ഗോൾഡ് വാങ്ങിക്കോ. നിരഞ്ജനയുടെ വിവാഹത്തിനായി, വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ, ഇല്ല, വിവാഹത്തിനായി എന്തായാലും കുറച്ച് ഗോൾഡ് സ്വരൂപിച്ച് വെച്ചിട്ടുണ്ടാവുമല്ലോ. സ്വരൂപിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നേരെ എവിടേക്കായിരിക്കും വെച്ചിരിക്കുന്നത്? ലോക്കറിൽ തന്നെ ആയിരിക്കും. ഈ ലോക്കറിൽ കൊണ്ടുവച്ചു. ഞാൻ എല്ലാ ബാങ്കുകളെയും കുറ്റപ്പെടുത്തുകയല്ല. ഇന്ന് ഗോൾഡ് തിരക്കി നടക്കുകയാണ് ആൾക്കാർ. റോബറി, നമുക്ക് നാച്ചുറലായ ഒരു ഫയർ എന്തെങ്കിലും സംഭവിച്ചു, ഈ ലോക്കറിൽ നിന്ന് ഇപ്പോൾ നിരഞ്ജനയ്ക്കൊരു 10-40 പവൻ എന്തായാലും കാണില്ലേ വീട്ടിൽ കൊണ്ടുവച്ച് ഒരു, അല്ലെങ്കിൽ പോട്ടെ ഒരു 10 പവൻ അച്ഛനും അമ്മയും കൊണ്ടുവച്ചിട്ടുണ്ടാവുമല്ലോ. ഈ ഒരു ഗോൾഡിൻ്റെ പ്രൈസ് ഇന്നത്തെ നിരഞ്ജന പറഞ്ഞതുപോലെ വളരെയേറെ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. നല്ല ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു ടൂളാണ് സ്വർണം. ഞാൻ പറഞ്ഞത്, ഇത് കൊണ്ടുവന്ന് നമ്മൾ ലോക്കറിൽ കൊണ്ടുവച്ചു. ലോക്കറിൽ വച്ചു 10 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷം രൂപയ്ക്ക് നമ്മൾ വച്ചപ്പോഴത്തേക്ക് അതിന് എന്തെങ്കിലും ഒരു ഫയറോ എന്തെങ്കിലും തെഫ്റ്റോ എന്തെങ്കിലും സംഭവിച്ചാൽ ഇന്നത്തെ ആ ലോക്കറിൽ നിരഞ്ജനയുടെ ഫാമിലി അല്ലെങ്കിൽ പേരൻറ്റ് കൊടുക്കുന്നത് ചിലപ്പോൾ 1400 രൂപയായിരിക്കും റെൻറ്റ്. അല്ലെങ്കിൽ പോട്ടെ ഒരു 2000 രൂപ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പോട്ടെ ഒരു 3000 രൂപ ആയിക്കോട്ടെ, 3000 രൂപ റെൻറ്റ് കൊടുക്കുന്നു. ഈ 3000 രൂപ റെൻറ്റ് കൊടുക്കുന്ന ഈ ലോക്കറിൽ നമ്മൾ വളരെയേറെ വിശ്വാസപൂർവ്വം വയ്ക്കുകയാണ്. ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ 30 ലക്ഷം രൂപ അല്ലെങ്കിൽ 40 ലക്ഷം രൂപയുടെ വകയാണ് അതിനകത്തുള്ളത്. അത് എങ്ങനെ നമുക്ക് ഇത് തിരിച്ച് നമുക്ക് മേടിക്കാൻ പറ്റും? വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അതായത് നമുക്ക് ഒരു ലോക്കറിൻ്റെ ഇൻഷുറൻസ് കവറേജ് അവർ തന്നെ ഉള്ള, അല്ലെങ്കിൽ നമുക്ക് ഇൻഷുർഡ് ആയിരിക്കുന്നത് 2000 × 100 മടങ്ങ്, അതായത് 2 ലക്ഷം രൂപ. അതാണ് ഇൻഷുറൻസായി നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. നമ്മൾ കൊണ്ടുവച്ചിരിക്കുന്ന മുതൽ എത്രയുണ്ട്? 40 ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ 30 ലക്ഷം രൂപയുടെയാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. നമുക്ക് കിട്ടാൻ പോകുന്നത് എത്രയാ? 2 ലക്ഷം രൂപ. അപ്പോൾ അവിടെയും ഇൻഷുറൻസ് കൊണ്ടുവയ്ക്കുന്നതോ ഒന്നും തെറ്റില്ല, ബാങ്കിൽ വെക്കുന്നത് വളരെ നല്ലതാണ്, അത്യുത്തമമാണ്. വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇതിനേക്കാളും വലിയ റിസ്ക് സംഭവിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്നത്, അവിടെയാണ് ഇൻഷുറൻസിൻ്റെ അടുത്ത റോൾ. ആ പർട്ടിക്കുലർ ലോക്കർ
നമുക്ക് ഒരു ഇൻഷുറൻസ് കമ്പനി അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് ഇൻ്റർമീഡിയറിയെ നമ്മുടെ മുത്തൂറ്റ് റിസ്ക് ഇൻഷുറൻസ് ആൻഡ് ബ്രോക്കിംഗ് സർവീസസിനെ പോലെയുള്ള ഒരു ബ്രോക്കിംഗ് കമ്പനിയെ ഏൽപ്പിക്കാം അത് ഇൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഇൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുതൽ വച്ചിരിക്കുന്നത് 30 ലക്ഷമാണെങ്കിൽ അത് വ്യക്തമായ ഡോക്യുമെൻ്റ് കൊടുക്കുകയാണെങ്കിൽ അതിന് 30 ലക്ഷത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ 30 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് കിട്ടിയിരിക്കും, തർക്കമില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഗോൾഡിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് കാര്യമുണ്ടോ? ഇൻഷുറൻസും അതുപോലെ അതിന് വേണ്ടുന്ന, ഞാൻ ആദ്യം പറഞ്ഞതിലേക്കാണ് തിരിച്ചു വരുന്നത്. ഇൻഷുറൻസ് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഇൻഷുറൻസ് വേണം. നമ്മൾക്കും നമ്മുടെ വീട്ടുപകരണങ്ങൾക്കും എല്ലാം ഉണ്ടായെങ്കിൽ മാത്രമേ അതിനുശേഷം മാത്രമേ മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിന് സ്ഥാനമുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇവിടെയാണ്. വ്യക്തമായ നല്ലൊരു ബ്രോക്കിംഗ് കമ്പനി അല്ലെങ്കിൽ ഇൻ്റർമീഡിയറി ഉണ്ടെങ്കിൽ അതും നിങ്ങളുടെ കാര്യം വളരെ ഈസിയായി എളുപ്പമായിട്ട് കാര്യങ്ങൾ നടക്കും. അതെ, ഇപ്പൊ ഇന്റർമീഡിയറി എന്ന് പറയുന്നല്ലോ. അപ്പൊ സാറിന് ഇന്റർമീഡിയറിക്ക് ഒരു ക്ലയന്റിന്റെ ലൈഫിൽ വരുന്ന റോൾ, ഇൻഷുറൻസിനെയും ആ ക്ലയന്റിനെയും ഒന്നിപ്പിക്കുന്ന ഒരു എന്താ പറയാ ഒരു ബ്രിഡ്ജാണ് ഇന്റർമീഡിയറി എന്ന് പറയുന്നുണ്ട്. നമ്മളത് കേൾക്കുന്നുണ്ട്, ഒരുപാട് പറഞ്ഞു കേൾക്കുന്ന ഒരു സെന്റൻസ് ആണത്. സാറിന് അതിനെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? അതെ, ഈ ഇന്റർമീഡിയറീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ബ്രോക്കിംഗ് കമ്പനി, അതായത് ഞാൻ ആദ്യം വർക്ക് ചെയ്തിരുന്നത് ഇൻഷുറൻസ് മേഖലയിലേക്ക് വന്നത് ടാറ്റ AIG ലൈഫ് ഇൻഷുറൻസിലായിരുന്നു ആദ്യം വന്നത്. അതിനുശേഷം AIA ആയി മാറി. അന്ന് മുതൽ ഞാൻ അവിടെ വർക്ക് ചെയ്തിരുന്നു. അതിനുശേഷം ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് മുത്തൂറ്റ് പാപ്പച്ചൻ ഗ്രൂപ്പിൻ്റെ ബ്രോക്കിംഗ് സ്ഥാപനമായിട്ടുള്ള ഇൻഷുറൻസ് ബ്രോക്കിംഗ് സ്ഥാപനമായിട്ടുള്ള മുത്തൂറ്റ് റിസ്ക് ഇൻഷുറൻസ് ആൻഡ് ബ്രോക്കിംഗ് സർവീസസിലെ ലൈഫ് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് വളരെയേറെ ചാരിതാർത്ഥ്യമുണ്ട്. എന്തുകൊണ്ട് എന്ന് ചോദിക്കും. ഒരു ടാറ്റയിൽ നിന്നും മുത്തൂറ്റിലേക്ക് വന്നു. പക്ഷേ ഇന്ന് എൻ്റെ ജീവിതം വളരെയേറെ നല്ല രീതിയിൽ പോകുന്നത് ഇൻഷുറൻസ് ഈ മുത്തൂറ്റിലേക്ക് വന്നതിന് ശേഷമാണെന്ന് ഞാൻ പറയും. അത് വേറൊരു കാര്യം, അത് പിന്നീട് പേഴ്സണലായിട്ടുള്ള ടോക്കുകളാണ്. കാരണം മുത്തൂറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എംപ്ലോയി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗ്രൂപ്പാണ് മുത്തൂറ്റ് പാപ്പച്ചൻ ഗ്രൂപ്പ്. അപ്പം അതിൽ വളരെയേറെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാൻ ഇത്തരണത്തിൽ അവരെ ഓർക്കുന്നു, നമ്മുടെ കമ്പനിയെ ഓർക്കുന്നു. അപ്പോൾ ഈ ഞങ്ങളുടെ റോൾ അല്ലെങ്കിൽ മുത്തൂറ്റ് ബ്രോക്കേഴ്സിൻ്റെ റോൾ, ബ്രോക്കിംഗ് കമ്പനിയുടെ റോൾ, ഇൻഷുറൻസ് ബ്രോക്കിംഗ് കമ്പനിയുടെ റോൾ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്കാണെങ്കിലും ഒരു സ്ഥാപനത്തിനാണെങ്കിലും ഇൻഷുറൻസ് വേണമെന്ന് പറഞ്ഞാൽ ആ ആളുടെ ആദ്യം മുതൽ അവസാനം വരെയുള്ള സാധന സാമഗ്രികളും ആ വ്യക്തിക്കും വേണ്ടുന്ന ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിലും ജനറൽ ഇൻഷുറൻസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും ഒരു ഉപദേശം കൊടുക്കാനും വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും കൊടുക്കാൻ നമുക്ക് കഴിയും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റുകളിൽ ഉള്ളതാണ്. ഒരു വ്യക്തിക്ക് എത്രത്തോളം സം ഇൻഷുർഡ് വേണം, അത് ലൈഫ് ഇൻഷുറൻസിൽ. അതോടൊപ്പം തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താൽ ആ വ്യക്തിക്ക് എത്ര സം ഇൻഷുർഡ് വേണം, ഏതൊക്കെ സ്വന്തം വീടിന് ചുറ്റുപാടുമുള്ള നല്ല ഹോസ്പിറ്റൽസ്, നമ്മൾ വിശ്വാസം അർപ്പിക്കുന്ന ഹോസ്പിറ്റൽസ് ഉണ്ടാവുമല്ലോ, ആ ഹോസ്പിറ്റൽസ് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ, ഈ ഇൻഷുറൻസ് കമ്പനിയുമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അറിയണം. ഇതിനെല്ലാത്തിനും നമ്മൾ അവരോട് നടന്ന് ചിന്തിക്കാനോ ചോദിക്കാനോ സമയം കിട്ടില്ല. ചിലപ്പം അന്വേഷിക്കാൻ നമുക്ക് അറിവുണ്ടാവണമെന്നില്ല. പക്ഷേ 10-35 കമ്പനിയുമായി, ഇൻഷുറൻസിൻ്റെ കമ്പനീസുമായി വളരെയേറെ അടുപ്പം ഉള്ളതും അതോടൊപ്പം തന്നെ അവരുമായി ഞങ്ങൾ ബന്ധമുള്ളതുമായിട്ടുള്ള ഒരു കമ്പനിയാണ് മുത്തൂറ്റ് റിസ്ക് ഇൻഷുറൻസ് ആൻഡ് ബ്രോക്കിംഗ് സർവീസസ്. അപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു വ്യക്തിക്ക് വേണ്ടുന്ന അദ്ദേഹത്തിൻ്റെ നീഡ് ബേസിൽ നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം അദ്ദേഹത്തിന് അഡ്വൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുകയും, ഏത് കമ്പനിയാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആവുന്നത്, ഇത്രയും കമ്പനികളിൽ വേണ്ടുന്ന എത്രയാണോ പ്രീമിയം അല്ലെങ്കിൽ എന്തൊക്കെയാണോ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല കവറേജ്, അതിന് വേണ്ടുന്ന പ്രീമിയം, അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ എല്ലാം ഒരുക്കി കൊടുക്കാൻ ഈ ബ്രോക്കിംഗ് കമ്പനീസ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറീസ് ഇന്ന് വളരെയേറെ ആവശ്യമാണ്, അത്യന്താവശ്യം. കാരണം എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ലൈഫാണ്, എല്ലാവർക്കും എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു നോളജും അതോടൊപ്പം തന്നെ അതിൻ്റെ പുറകെ നടക്കാനും കഴിയില്ല. പക്ഷേ ഞങ്ങളൊരു സെറ്റ് ഓഫ് ടീം ഇതിൻ്റെ പിന്നിലുണ്ട്. ഞങ്ങൾക്ക് ഇതിലെ എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ എല്ലാ ഇൻ്റർമീഡിയറ്റ്സും. പിന്നെ ഏറ്റവും അവസാനം ഈ ഇൻഷുറൻസ് വാങ്ങിയാൽ മാത്രം പോരല്ലോ, ഇതിൻ്റെ ക്ലെയിം കിട്ടണമെങ്കിൽ ഈ വാങ്ങുന്ന ആളില്ല എങ്കിൽ പോലും, ഞാൻ ഈ 12 വർഷക്കാലമായി
ഇതിനകത്തുണ്ടായത്. ഈ സമയത്ത് ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുള്ള ക്ലെയിമുകൾ ഒട്ടനവധിയാണ്. അത് ഡെത്ത് കവറേജ് ആണെങ്കിലും അല്ലാതുള്ള മെച്യൂരിറ്റി ആണെങ്കിലും ഒക്കെ സഹായം ചെയ്തു കൊടുത്തത് ഒരുപാട് ഒട്ടനവധിയാണ്. അപ്പം അത് ആ വാങ്ങുന്ന ആൾ ചിലപ്പോൾ ഉണ്ടാവില്ല. ക്ലെയിം കിട്ടുമ്പോഴത്തേക്ക് ഒരിക്കലും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ആ ആൾക്ക് നമ്മൾ വേണ്ടുന്ന സഹായം അവരുടെ നോമിനീസിന് നമ്മൾ സഹായം ചെയ്ത് കൊടുക്കും. അതിന് മാത്രമല്ല, അവർക്ക് ഈ പറയപ്പെടുന്ന ടേം ഇൻഷുറൻസ് പോലുള്ള പോളിസീസ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്തൊക്കെ ആണ് ഇതിനകത്ത് ആഡ് ഓൺ ചെയ്യേണ്ടത്, അത് ഞങ്ങളെപ്പോലുള്ള ഇൻ്റർമീഡിയറീസ് വളരെ വിദഗ്ധമായിട്ടുള്ള ഉപദേശം അവർക്ക് കൊടുക്കുകയും അവരെ നേർവഴിയിലേക്ക് നയിക്കുകയും ചെയ്യും. അതാണ് ഇൻ്റർമീഡിയറ്റ്സ് ഇന്ന് ഇതിനകത്തുള്ള റോള് വരുന്നത്. നമ്മൾ ജനറലി കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഏത് കാറ്റഗറി, അതായത് വർക്ക് ചെയ്യുന്നവർക്ക് മാത്രം അല്ലെങ്കിൽ ബിസിനസ് പ്രൊഫഷണൽ ചെയ്യുന്ന അവർക്ക് മാത്രമേ ഉള്ളൂ ഇൻഷുറൻസ്, അത് നമുക്ക് ഹൗസ് വൈഫ് ആയിട്ടുള്ള ഒരാൾക്ക് ഇൻഷുറൻസ് എടുക്കാൻ പറ്റുമോ എന്നുള്ളതൊരു ഭയങ്കരമായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണെന്ന് ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ജനിച്ചു വീഴുന്നൊരു കുട്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടാവണം. വളരെ സാധാരണ ആൾക്കാരിൽ നിന്നും ഇൻഷുറൻസ് ഇതുപോലെ ടേം പോളിസിയും മറ്റു കാര്യങ്ങളും തമിഴ്നാടിൻ്റെ തിരുനെല്ലി ഭാഗങ്ങളിൽ നിന്നും സാധാരണ കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. അവർ കൃഷിക്കാരാണ്, സാധാരണ പാടത്ത് പണിയെടുക്കുന്നവരാണ്. ഇന്ന് നമ്മുടെ കേരളത്തിലേ ഉള്ളൂ ഈ പ്രശ്നങ്ങളെ. കാരണം അവർക്ക് അവയർനെസ് കുറച്ച് കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ലിറ്ററസി കൂടുതൽ ആയതുകൊണ്ടായിരിക്കാം. പക്ഷേ മനസ്സിലാക്കേണ്ടുന്നത്, ഏതൊരു മനുഷ്യനും, സാധാരണ മനുഷ്യനും ഇൻഷുറൻസ് ആവശ്യമാണ്. ഇൻഷുറൻസ് അവൻ്റെ സ്വത്തിനും അവൻ്റെ ജീവനും സുരക്ഷിതത്വം നൽകുന്നു. അത് ഉണ്ടാവേണ്ടുന്നത് അത്യന്താപേക്ഷിതമാണ്. എല്ലാവർക്കും ചെയ്യാം. അതിന് പ്രീമിയം അതനുസരിച്ച് എടുത്താൽ മതി. അവരുടെ സമ്പാദ്യം എത്രയാണോ അതിനനുസരിച്ചുള്ള ചെറിയ പ്രീമിയം, അവരുടെ സമ്പാദ്യത്തിനനുസരിച്ചുള്ള ചെറിയ പ്രീമിയംസ് അവൈലബിൾ ആണ്. അതിലേക്ക് നമുക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഏത് പോളിസീസ് ആണെങ്കിലും, ചെറിയ സേവിങ്സ് സ്കീം ആണെങ്കിൽ പോലും ഇന്ന് നമുക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. സോ ഇൻഷുറൻസിനെ പറ്റി ഒട്ടുമിക്ക എല്ലാ സംശയങ്ങൾക്കും സാർ എന്നൊരു മറുപടി നമുക്ക് തന്നിട്ടുണ്ട്. ഇൻഷുറൻസ് നമ്മളുടെ ലൈഫിൽ വരുന്ന പ്രാധാന്യം, അതേപോലെ എങ്ങനെയാണ് നമുക്കതൊരു സെക്യൂരിറ്റി ആയി മാറുന്നത്. ഇൻഷുറൻസ് ഒരു ഫിനാൻഷ്യൽ ഓപ്ഷൻ മാത്രമല്ല, അതിലുപരി ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ പിന്നിൽ, നമ്മുടെ ലൈഫിൽ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടെന്നുള്ളത് സാറിന് നമുക്ക് പറഞ്ഞു തന്നു. സോ അതിന് വളരെയധികം നന്ദി. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഘട്ടത്തിലും ഇൻഷുറൻസ് കറക്റ്റായിട്ട്, അതായത് ഏത് ഇൻഷുറൻസ് എങ്ങനെ എടുക്കണം എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നമുക്ക് സാറ് പറഞ്ഞു തന്നു. സോ താങ്ക് യു സോ മച്ച് സാർ. ഇനി ഇൻഷുറൻസിനെ പറ്റിയോ അല്ലെങ്കിൽ ഇതിൽ വരുന്ന എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുത്തൂറ്റ് റിസ്ക് ഇൻഷുറൻസ് ആൻഡ് ബ്രോക്കിംഗ് സർവീസുമായി എപ്പോൾ വേണമെങ്കിലും ബന്ധപ്പെടാവുന്നതാണ്.